സോ നിങ്ങളൊരു പ്രിൻ്റർ മേടിക്കാൻ പോകുന്നതിന് മുന്നേ ഈ കാര്യം അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പെടും, 100% പെടും. ഞാൻ പെട്ടതാണ്. ഒന്നുമില്ല, കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് നമ്മൾക്ക് ഫൈനൽ ഇയറിൽ പ്രോജക്റ്റിൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റ് പ്രിൻ്റ് എടുക്കണമായിരുന്നു. കുറേ അധികം പേജുകളുണ്ട്. ആൻഡ് നമ്മുടെ ടീമിൽ 4 പേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 100-120 പേജോളമൊക്കെ പ്രിൻ്റ് എടുക്കേണ്ടി വന്നു ഒരാൾക്ക്. ആ ഒരു സമയത്താണ് ഓക്കെ ഒരു പ്രിൻ്റർ പർച്ചേസ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് വന്നത്. സോ കടയിൽ ചെന്നപ്പോൾ പലതരം പ്രിൻ്റർ കണ്ടുവെങ്കിലും പൊതുവെ 2 തരം പ്രിൻ്ററുകളാണ് അവിടെ ഉള്ളത്. ചീപ്പായിട്ടുള്ള പ്രിൻ്ററും വളരെ ചീപ്പായിട്ടുള്ള പ്രിൻ്ററും. സോ അവിടെ 20,000 രൂപയുടെ പ്രിൻ്ററും ഉണ്ടായി, 12,000 രൂപയുടെ പ്രിൻ്ററും ഉണ്ടായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 20,000 രൂപയ്ക്ക് എന്തിനാണ് ഞാൻ പ്രിൻ്റർ മേടിക്കണേ, 12,000-ൻ്റെ ചീപ്പായിട്ടുള്ള പ്രിൻ്റർ മേടിക്കാമെന്ന് പറഞ്ഞ് 12,000 രൂപയുടെ പ്രിൻ്റർ മേടിച്ചു. അവിടെയാണ് പണി കിട്ടിയത്. പ്രിൻ്ററിന് കുറ്റം പറയാൻ പറ്റില്ല, പ്രിൻ്റർ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു പ്രിൻ്ററിലിടുന്ന കാർട്രിഡ്ജ് ഒരെണ്ണത്തിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 2,000 രൂപയായിരുന്നു. അതിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്നതോ വെറും 400 പേജ്. എന്നാൽ 20,000 രൂപയുടെ പ്രിൻ്ററിൻ്റെ ടോണറിൻ്റെ പ്രൈസ് ഏകദേശം 800 രൂപ എന്തോ ഉണ്ടായുള്ളൂ. ആ ഒരു ഒറ്റ ടോണർ കൊണ്ട് ഏകദേശം 2,500 പേജൊക്കെ പ്രിൻ്റ് എടുക്കാൻ പറ്റുമായിരുന്നു. സോ ഇനിഷ്യലി ഞാൻ കുറച്ച് രൂപ ഇട്ടു. എന്നാൽ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇനിഷ്യലി കുറച്ച് കൂടുതൽ രൂപ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു പ്രിൻ്റർ മേടിക്കാമായിരുന്നു എന്ന്. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള ഒരു കിടിലൻ പ്രിൻ്റർ. സോ നിങ്ങളൊരു സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് നടത്തുവാണെങ്കിൽ, അല്ലെങ്കിൽ ഹോം ഓഫീസ് നടത്തുവാണെങ്കിൽ, പ്രൊഫഷണൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വാല്യൂ ഫോർ മണി പ്രിൻ്ററാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. യെസ്, HP LaserJet Tank MFP 1005w. ഈ പ്രിൻ്ററിൻ്റെ ഏറ്റവും വലിയൊരു സീക്രട്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് കാണുന്ന ചെറിയ ഒരു പൗച്ച് പോലെ ഇരിക്കുന്ന ടോണറിനകത്ത് നിങ്ങൾക്ക് 5 കാർട്രിഡ്ജാണ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതൊരു റെവല്യൂഷണറി ടെക്നോളജിയാണ് എന്ന് HP പറയുന്നു. എന്തായാലും ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് നോക്കാം. ഇത് ഒരു അൾട്രാ ലോ കോസ്റ്റ് പ്രിൻ്ററാണ്. അതായത് ഒരു പേജൊക്കെ പ്രിൻ്റ് ചെയ്യാനായിട്ട് നിസ്സാരം 29 പൈസ മാത്രമേ വരുന്നുള്ളൂ. പ്ലസ് ഈ പ്രിൻ്റർ മേടിക്കുമ്പോൾ ഇതിനകത്ത് ഏകദേശം 5000 പേജ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന ടോണർ പ്രീ ഫിൽഡ് ആയിട്ടാണ് വരുന്നത്. ഈ പ്രിൻ്ററിൽ ഓട്ടോമാറ്റിക് ഡ്യൂപ്ലെക്സ് പ്രിൻറ്റിംഗ് സപ്പോർട്ട് ഉണ്ട്. അതായത് നിങ്ങൾക്ക് 2 സൈഡ് പ്രിൻ്റ് എടുക്കണമെങ്കിൽ ഒരു സൈഡ് പ്രിൻ്റ് എടുത്തതിന് ശേഷം പേപ്പർ എടുത്ത് തിരിച്ചു മറിച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്രിൻ്റർ തന്നെ അത് ചെയ്ത് 2 സൈഡ് നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്തെടുത്ത് തരുന്നതായിരിക്കും. സോ പ്രിൻ്ററിൻ്റെ ഫിസിക്കൽ ഓറിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രിൻ്ററിൻ്റെ ഏറ്റവും താഴെയായിട്ട് ചെറിയൊരു ട്രേ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിനകത്താണ് നമുക്ക് പേപ്പർ ഫീഡ് ചെയ്യേണ്ടത്. 150 ഷീറ്റിൻ്റെ ഒരു ഇൻപുട്ട് ട്രേ ആണ് ആൻഡ് 100 ഷീറ്റിൻ്റെ ഒരു ഔട്ട്പുട്ട് ട്രേ ആണ് ഈ ഒരു പ്രിൻ്ററിലുള്ളത്. അതുപോലെ തന്നെ പ്രിൻ്ററിനകത്ത് ഒരു ഇമേജിംഗ് ഡ്രം ഉണ്ട്. അത് കാരണമാണ് നമുക്ക് നല്ല ക്വാളിറ്റി പ്രിൻറ്റ്സ് വരുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഡ്രം എന്ന് പറയുന്നത് ഏകദേശം 50,000-ഓളം പേജുകൾ പ്രിൻറ്റ് ചെയ്യുന്ന അത്രയും ലോങ് ലൈഫ് തരുമെന്നാണ് പറയുന്നത്. ഇതൊരു നോർമൽ പ്രിൻ്റർ മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്യാം, സ്കാൻ ചെയ്യാം, കോപ്പി ചെയ്യാം. സോ നിങ്ങൾ ആ ഒരു സ്ട്രക്ചർ നോക്കിയാൽ തന്നെ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ലിഡ് ഉണ്ട്. അത് പൊക്കി കഴിഞ്ഞാൽ അവിടെ ഗ്ലാസ് കാണും. അതിൻ്റെ മുകളിലാണ് നമ്മൾക്ക് സ്കാൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം വെച്ച് സ്കാൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ആൻഡ് കോപ്പി ചെയ്യണമെങ്കിലും അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് അടക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കുറച്ച് ബട്ടൺസ് കാണുന്നുണ്ടാവും. അതിനകത്ത് നിങ്ങൾ കോപ്പി ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്കാൻ ചെയ്തതിന് ശേഷം കോപ്പി ആയിട്ട് പുറത്ത് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ പുറകിലായിട്ട് നിങ്ങൾക്ക് USB കേബിൾ കുത്താനുള്ള ഒരു പോർട്ട് ഉണ്ട്. അതുവഴി നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്കോ ലാപ്ടോപ്പിലേക്കോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും പ്രിൻറ്റും എടുക്കാനായിട്ട് പറ്റും. സോ നോർമൽ പ്രിൻ്റർ പ്ലസ് സ്കാനർ പ്ലസ് കോപ്പിയർ. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ഗുണം വരുന്നത് കുറേ പേജുകളൊക്കെ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്താണ്. അതായത് 1 മിനിറ്റിൽ ഈ പ്രിൻ്ററിന് ഏകദേശം 22 പേജസ് ആണ് പ്രിൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു പ്രിൻറ്റിംഗ് റേറ്റ് ആണ്. ഇനി വേറൊരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, പ്രിൻ്ററിൻ്റെ മുകളിലായിട്ട് ആ ഒരു ഡിസ്പ്ലേയുടെ സൈഡിൽ ചെറിയൊരു വൈഫൈയുടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ഒരു നീല LED കൂടെ കത്തുന്നുണ്ട്. അതായത് ഈ ഒരു പ്രിൻ്റർ വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള പ്രിൻ്ററാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് HP സ്മാർട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിലൂടെയും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്ലസ് അഡീഷണൽ ആയിട്ട് കുറേ സ്കാനിങ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മൊബൈൽ ആപ്ലിക്കേഷനകത്ത് കിട്ടുന്നുണ്ട്. പ്ലസ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വൈഫൈ വഴി പ്രിൻറ്റ് ചെയ്യാനും നമ്മുടെ ഒരു പ്രിൻ്റർ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാനായിട്ടും സാധിക്കും. ഇനി ചില ആൾക്കാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻസിറ്റീവ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡേറ്റയൊക്കെ ലീക്ക് ആകുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. എന്നാലും ഇതിനകത്ത് HP വോൾഫ് സെക്യൂർ ഉണ്ട്. അതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റയ്ക്കൊക്കെ ഇതിനകത്ത് തന്നെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. എന്നാൽ ഈ പ്രിൻ്ററിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം പെട്ടിക്ക് പുറത്തേക്കിട്ടുണ്ട്. അതായത് വെറും 15 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ടോണർ റീഫിൽ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ വിചാരിച്ചു അതെങ്ങനെ നടക്കും, കാരണം നമുക്ക് ടോണർ ഊരണം, തിരിച്ച് ഫിറ്റ് ചെയ്യണം, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടെന്ന്. പക്ഷേ വളരെ ഈസി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് പ്രിൻ്ററിൻ്റെ മുകളിലായിട്ട് സ്കാൻ ചെയ്യുന്നത് ബുക്കില്ലേ, അതുപോലെ തന്നെ തൊട്ട് താഴെ നമുക്ക് വേറൊരു സാധനമുണ്ട്. ആ ഒരു ട്രേ പൊക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ചെറിയൊരു ട്രേ ഉണ്ട്. അതും കൂടെ പൊക്കിക്കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്കൊരു വട്ടത്തിൽ ഒരു നീല കളർ കാണും. അതിനകത്താണ് നിങ്ങൾ റീഫിൽ ചെയ്യേണ്ടത്. സോ റീഫിൽ പൗച്ച് മേടിക്കുക, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, അതിനകത്തേക്ക് ഒഴിക്കുക. നിസാരമായിട്ട് 15 സെക്കൻഡിൽ നിങ്ങളുടെ ടോണർ റീഫില്ലാവും. തൊട്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ടോണറാണുള്ളത് എന്നുള്ള ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ചെറിയൊരു LED ഇൻഡിക്കേറ്റർ ചെറിയൊരു ബോക്സിനകത്തുണ്ട്. സോ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും ടോണർ മാറ്റാറായോ, ടോണർ ഫില്ല് ചെയ്യാറായോ എന്ന്. ഇനി വേറൊരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ
നിങ്ങളൊരു പ്രിൻറ്റിംഗ് കടയൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നടത്തുന്ന ആരെങ്കിലും അറിയാമെങ്കിൽ അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, ഡൗൺ ടൈം. അതായത് അവരുടെ പ്രിൻ്ററിലുള്ള മഷി തീർന്നു കഴിഞ്ഞാൽ ആ ഒരു മഷി മാറ്റി അടുത്ത മഷി ഇടുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഡൗൺ ടൈം, അത്രയും നേരം നമുക്ക് പ്രിൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഈ ഒരു പ്രിൻ്ററിനകത്ത് നമ്മൾക്ക് ഏകദേശം 2500 പേജിൻ്റെ ഒരു ടോണറും അതേപോലെ 5000 പേജിൻ്റെ ടോണറുമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൗൺ ടൈം വളരെ കുറവാണ്. നോർമലി 1000 പേജ് 500 പേജൊക്കെ ആണെങ്കിൽ ഓരോ 500 പേജ് കഴിയുമ്പോഴേക്കും ഫില്ല് ചെയ്യേണ്ടത്. ഇതാകുമ്പോൾ 2500 പേജ് കഴിഞ്ഞ് മാത്രം ഫില്ല് ചെയ്താൽ മതി, അല്ലെങ്കിൽ 5000 പേജ് കഴിഞ്ഞ് മാത്രം ഫില്ല് ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ട് ഡൗൺ ടൈം വളരെ കുറവാണ്. അതേപോലെ ഇവർ ഈ ടോണറിനൊരു യുണീക്ക് ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഏകദേശം 75% കുറവ് പ്ലാസ്റ്റിക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. സോ എന്തായാലും പ്രിൻ്റർ ടെസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ 2-3 പേജൊക്കെ പ്രിൻറ്റ് ചെയ്ത് നോക്കി, സ്കാൻ ചെയ്ത് നോക്കി. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലാരിറ്റി ഉണ്ടല്ലോ, ഈ പ്രിൻറ്റ് ചെയ്ത് വരുമ്പോൾ ഉള്ള ക്ലാരിറ്റി അത് വളരെ നല്ല ക്രിസ്പ് ആയിട്ടുണ്ട്. പ്ലസ് നിങ്ങൾക്ക് ഡാർക്ക്നെസ് എത്രത്തോളമാണ് വേണ്ടത് എന്നുള്ള അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ചെറിയൊരു LED പാനലിനകത്ത് നടുവിലായിട്ടൊരു ബട്ടൺ ഉണ്ട്, അത് കോൺട്രാസ്റ്റ് ബട്ടണാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് കൂടുതൽ വേണോ, നല്ല കട്ടിക്ക് ബ്ലാക്ക് വേണോ, വളരെ ലൈറ്റായിട്ട് വേണോ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്കിൻ്റെ ആ ഒരു ലെവലും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്ലസ് താഴെയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ബട്ടൺസ് ആണുള്ളത്. വലിയൊരു റോക്കറ്റ് സയൻസ് ഒക്കെ പഠിക്കുന്ന പോലെ ഒന്നും വേണ്ട. ജസ്റ്റ് കൊണ്ടുപോയി പ്ലഗ് ചെയ്യുക, പുറകിൽ ജസ്റ്റ് ഒന്ന് കുത്തുക, പ്ലഗ് കുത്തുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. സാധനം ഇങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ നമ്മൾ സാധനം സെറ്റ് ആവുന്നതായിരിക്കും. പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് പ്രിൻ്റ് ആണോ സ്കാൻ ആണോ വേണ്ടത്, ക്ലിക്ക് ചെയ്യുക, നിസ്സാരമായിട്ടുള്ള ഓപ്പറേഷൻ. ഓക്കെ, ഈ കഥയൊക്കെ കേട്ടേ ശരി. ഈ പ്രിൻ്ററിൻ്റെ വില എത്രയാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് ചോദിക്കുവാണെങ്കിൽ ഏകദേശം 23,695 രൂപയാണ് ഈ ഒരു പ്രിൻ്ററിന് വരുന്നത്. പക്ഷേ ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ 22,700 രൂപയ്ക്ക് എന്തോ കണ്ടു. എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് വരുന്നേ ഉള്ളൂ. 23,695 രൂപ മുടക്കണമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ ശരിക്കും അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം ഇതിൻ്റെ ഈ ഒരു ടോണറില്ലേ, ആ ഒരു ടോണറിൻ്റെ പ്രൈസ് വരുന്നത് 2500 പേജിൻ്റെ ടോണറിൻ്റെ പ്രൈസ് ഏകദേശം 887 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതേസമയം 5000 പേജിൻ്റെ ആണെങ്കിൽ 1464. സോ നിങ്ങൾ നിസ്സാരമായിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ പ്രിൻ്റർ നിങ്ങൾ പർച്ചേസ് ചെയ്തു, നിങ്ങളുടെ വീട്ടിലോ ഷോപ്പിലോ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തിന് ശേഷം നിങ്ങൾ എത്ര രൂപയാണ് ടോട്ടലി ചിലവാക്കിയത്, അതായത് പ്രിൻ്റർ പ്ലസ് നിങ്ങൾ ഈ ഒരു ടോണർ റീഫിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്ര രൂപയാണ് ചിലവാക്കിയത് എന്നുള്ളത് നോക്കുക. അതിനുശേഷം നിങ്ങളൊരു വില കുറഞ്ഞ പ്രിൻ്ററും അതിൽ ഫില്ല് ചെയ്യേണ്ട കാർട്രിഡ്ജിൻ്റെ എമൗണ്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വർഷാവസാനമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്ന എത്രത്തോളം കൂടുതലാണ് ഈ ഒരൊറ്റ പ്രിൻ്ററിൽ നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് പറ്റുന്നതെന്ന്. പക്ഷേ ഈ പ്രിൻ്ററിൽ എനിക്ക് ഒരൊറ്റ ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ ലേശം എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. ഈ പ്രിൻ്ററിൻ്റെ പേരാണ്. ഈ പ്രിൻ്ററിൻ്റെ പേര് HP LaserJet Tank MFP 1005w. ഒരാൾ നമ്മളോട് വന്നിട്ട് ചേട്ടാ ഏതാ നല്ല പ്രിൻ്റർ എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും വലിയ പേരൊക്കെ പറഞ്ഞ് ഓർത്ത് വെക്കാമെന്ന് തന്നെ വലിയ കാര്യമാണ്. എന്തായാലും നിങ്ങൾ കഷ്ടപ്പെട്ട് ഇത്രയും വലിയ പേരൊന്നും പോയിട്ട് ആമസോണിലൊക്കെ ടൈപ്പ് ചെയ്ത് സമയം കളയണ്ട. നിസ്സാരമായിട്ട് നിങ്ങൾക്ക് താഴെയുള്ള ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. എന്തായാലും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ